ഈ ഉത്രാട ദിനത്തിലെ നന്മ നോക്കൂ, നന്മയുള്ള മനുഷ്യരെ നോക്കൂ. രാവിലെ തന്നെ തുണി മേടിക്കാനായി പന്തളം വരെ പോയി. ഞാനും വലിയമോനും മകേഷും കൂടാണ് പന്തളത്ത് പോയത്. ആദ്യം ഞങ്ങൾ ലുലൂക്കാസിലാണ് പോയത്. അവിടെ ചെന്നപ്പോഴാണ് കുടശനാട് ജിമ്മിലുണ്ടായിരുന്ന സുധി എന്നൊരു പയ്യനെ കണ്ടു. പയ്യൻ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് സ്നേഹയും ദേയും അവിടേക്ക് വന്നത്. മകേഷ് ആണെങ്കിൽ തുണി എടുക്കുന്നത് വരെ ജമിനിയോട് ചോദിച്ചിട്ടാണ്. പറഞ്ഞപ്പോൾ ദാ നിൽക്കുന്നു നമ്മുടെ സിനിമാ നടൻ കുജേലൻ. ശരിക്കും സിനിമാ നടനൊന്നുമല്ല, പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ സിനിമാ നടനാകുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. ഈ നിന്നിടത്ത് നിന്ന് കറങ്ങുക എന്ന് പറയത്തില്ലേ, അതാണ് നിശാണ നിന്നിടത്ത് നിന്ന് കറങ്ങുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് രാജുപാപ്പനെയും വിജയമ്മക്കുഞ്ഞമ്മയെയും കണ്ടത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഷീബയിലേക്കാണ്. ഈ ചേച്ചിമാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന വില്ലടിക്കാൻ താഴെ വന്നപ്പോൾ ദാ സുല്ലണ്ണനും സൗമ്യ ചേച്ചി നിൽക്കുന്നു. കടയുടെ വെളിയിൽ അവരുടെ മക്കളും ഉണ്ടായിരുന്നു. ഇവരെ കണ്ടപ്പോൾ കുട്ടിക്കാലത്ത് അച്ഛനമ്മമാരുടെ കൂടെ തുണിയെടുക്കാൻ പോയതൊക്കെ ഓർമ്മ വരും. തുണിക്കടയിൽ നിന്നും പുറത്തിറങ്ങി പ്രിയപ്പെട്ട നമ്മുടെ കോട്ടക്കാരി രത്നകുമാരി ചേച്ചിയെ കണ്ടു. വണ്ടിയെടുക്കാൻ വന്നപ്പോൾ ദാ നമ്മുടെ അനീഷിന്റെ പെങ്ങൾ അനഘ നിൽക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഒരു ഗ്ലാസ് വാങ്ങാൻ വേണ്ടി അവസാനം ബ്ലൂ വേജിൽ നിന്നും വാങ്ങി. എന്നിട്ട് മകേഷ് റോഡിൽ നിന്ന് വെച്ചൊക്കെ നോക്കുമ്പോഴാണ് കണ്ടത് മുനിസിപ്പാലിറ്റിക്ക് ഇപ്പുറത്തായിട്ടുള്ള ഓടയിൽ സ്ലാബ് സ്ഥാനം തെറ്റി കിടക്കുന്നു. ഒരു അമ്മ അതിൽ വീഴാനും പോയി. വഴിയാത്രക്കാർക്ക് അപകടകരമായ രീതിയിൽ കിടന്ന ആ സ്ലാബ് വെല്ലുമോനും മകേഷും ചേർന്ന് നേരെയാക്കി. നബിദിനവും ഉത്രാടവും ഒരുമിച്ച് വന്നാൽ എങ്ങനെയിരിക്കും? ഇങ്ങനെ ഇരിക്കും. വീട്ടിൽ വന്നിട്ട് പാല് മേടിക്കാൻ കടയിൽ വരെ ഒന്ന് പോയി. ഓണമല്ലേ, പോകുന്ന വഴിക്ക് വിണ്ണുപ്പിക്ക് കുറച്ച് പൈസയും കൊടുത്തു. വിപുലിന്റെ വീട്ടിലെ കടയിൽ നിന്നും വാവച്ചി പാലുമായിട്ട് ഓടി വരുന്നുണ്ട്. വീട്ടിൽ വന്നതിന് ശേഷം മകേഷും വാവച്ചിയും സഞ്ജുവും ചേർന്ന് കുറച്ച് അടുക്കിപ്പറക്കലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടേക്ക് നമ്മുടെ ഹരിക്കുട്ടൻ വന്നിരുന്നു. അടുക്കിപ്പറക്കലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ വൈകിട്ട് കത്തിക്കാനുള്ള തിരിവെക്കാനുള്ള പിണ്ടി അച്ഛൻ നാട്ടുന്നുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പം അച്ഛൻ സഞ്ജുവിന്റെ സൈക്കിളിന്റെ പഞ്ചുരുട്ടിക്കൽ പരിപാടിയിലായി. അതിനിടയ്ക്ക് വെള്ളം കയറിയ വീടുകളിൽ കിണർ പറ്റിക്കാൻ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ആൾ വന്നിരുന്നു. അത് കഴിഞ്ഞ് ഞാനും അൻസാറും പന്തളം വരെ പോയിരുന്നു. പന്തളത്തിൽ ചെന്നപ്പോൾ ജയലക്ഷ്മി ചേച്ചിയെ കണ്ടു. ജയലക്ഷ്മി പ്രമോദിനെ റോഡിൽ പോസ്റ്റാക്കിയിട്ട് പ്രമോദ് കണ്ണങ്കര എങ്ങോട്ടോ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ SN സ്റ്റോഴ്സിന്റെ ഫ്രണ്ടിൽ നിന്ന് പ്രമോദ് കണ്ണങ്കരയും അൻസാറും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു സംശയവുമില്ല, അതെന്നെ തന്നെയാണ്. പന്തളത്തിൽ ചെന്നപ്പോൾ നമ്മുടെ സുബിയണ്ണും ഓട്ടോക്കാരൊക്കെ റോഡിൽ ഇറങ്ങിക്കുന്നു. അവിടെ എന്തോ അടിപിടിയൊക്കെ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് സപ്ലൈകോയിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ പ്രവീൺ ബാബുവിനെ കണ്ടു. തൊട്ടുപിറകിലായി ഷികയും കൊക്കുവിൻ്റെ അമ്മയ്ക്ക് സാധനം കൊണ്ടുപോകാനായി സുബിയൻ ഡോട്ടയാണ് വന്നത്. സാധനമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വന്നത് പ്രമോദിന്റെ വീട്ടിലേക്കാണ്. ജയലക്ഷ്മി ചേച്ചിയാണ് ഓണത്തിന്റെ ഒരുക്കത്തിലാണ്. അമൃതയും പ്രമോദനും അടുത്ത് തന്നെ ഇപ്പോൾ ഉപ്പേരി വന്ന് അമൃത ഞങ്ങളെ പറ്റിച്ചിരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ വേഷം മാറിയിട്ട് അമൃത തിരിയൊക്കെ കത്തിക്കുന്നു. ഉച്ചയ്ക്ക് കണ്ടപ്പോൾ അമൃത ഈ വേഷമായിരുന്നു. തിരിച്ച് പുത്തൻകുരിലോട്ട് പോകാൻ നേരത്ത് പ്രമോദിനോട് നടന്നുപോയ അൻസാർ ദാ പള്ളിയോടെ നിൽക്കുന്നു. ചേരിക്കൽ മുസ്ലിം ജമാത്തിൽ നബിദിനത്തോടനുബന്ധിച്ച് ഇന്ന് കുഞ്ഞു പരിപാടിയൊക്കെ ഉണ്ടായി. പിറ്റേന്ന് തിരുവോണം വരുന്നതിന് മുന്നോടിയായി വീടും പരിസരവും വിളക്ക് കൊണ്ട് പ്രകാശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വാഴപ്പിണ്ടിയിൽ വിളക്ക് കത്തിക്കുന്നത്. വീട്ടിൽ വന്നപ്പോൾ വാവച്ചിയോടെ നിന്ന് വിളക്ക് കത്തിക്കുന്നു. രാത്രി ഞങ്ങൾ വീണ്ടും പന്തളം വരെ ഒന്ന് പോയിരുന്നു. സിഗ്നലിനടുത്തുള്ള ചെരുപ്പ് മേള നടക്കുന്ന ഷോപ്പിലാണ് ഞങ്ങൾ പോയത്. ചെരുപ്പൊക്കെ നോക്കിക്കൊണ്ട് വയ്ക്കുമ്പോൾ ദാ യദോസ് മോഹൻ കടന്നു വരുന്നു. തൊട്ടപ്പുറത്ത് പ്രേംചേട്ടനും ചേച്ചിയും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും പന്തളത്തെ ഉത്രാടപ്പാച്ചിലൊക്കെ ഒഴിഞ്ഞിരുന്നു.